Hi friends, welcome to our channel. I am Divya Brindo. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു അടിപൊളി അൺബോക്സിംഗ് ആണ്. ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ലക്ഷറി പ്രോഡക്റ്റ്സ് നൈക്കിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് മേക്കപ്പിന് ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഒട്ടും ഒരുങ്ങിയിട്ടൊന്നുമില്ല. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് ഉടനെ ഒരു മേക്കപ്പ് ഷൂട്ട് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഫേസൊക്കെ ഞാൻ ക്ലിയർ ആക്കി വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ടോണർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ടോണർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോണർ ആക്ച്വലി നമ്മുടെ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ആ സ്കിൻ പോൾസ് ക്ലോസ് ചെയ്യാനാണ് ടോണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ക്യാമറയും എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ക്യാമിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. എല്ലാം കൈകാര്യം ചെയ്യണ്ടേ. അപ്പം ഞാൻ ഈ അൺബോക്സിങ് ചെയ്യുന്നത് ഈ പാക്കറ്റ് കുറച്ച് പൊക്കി പിടിച്ചുകൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടേ. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, ഓൺലി 2 products ഐ തിങ്ക്. അത് രണ്ടും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല കേട്ടോ, വന്നിട്ടില്ല. ഇത് വന്നിട്ട് കോണ്ടാക്ട് ലെൻസ് മാത്രമാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കോണ്ടാക്ട് ലെൻസ് അതിൻ്റെ കാലാവധി കഴിഞ്ഞു. അപ്പം അടുത്തത് ഞാൻ വാങ്ങിയതാണ്. ഇത് വന്നിട്ട് സ്വാതി കോസ്മെറ്റിക്സിൻ്റെ കോണ്ടാക്ട് ലെൻസാണ്. 6 month കോണ്ടാക്ട് ലെൻസാണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട, യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് സ്വാതി കോസ്മെറ്റിക്സിൻ്റെ കോണ്ടാക്ട് ലെൻസ്. ഇത് വന്നിട്ട് ഭയങ്കര സോഫ്റ്റാണ്, കണ്ണിലുണ്ടെന്ന് പോലും അറിയില്ല. പിന്നെ 6 മാസം വരെ ഒന്നും അതിൻ്റെ ആ ഒരു സുഖം കിട്ടത്തില്ല. 6 month എന്നൊക്കെ പറയുമെങ്കിൽ ഒരു 4 months ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ഡ്രൈനെസ് പോലെ എനിക്ക് തോന്നി. അത് ഡിപ്പെൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. എനിക്കൊന്ന് സ്വാതിയുടെ തന്നെ ഇത് കോണ്ടാക്ട് ലെൻസിൻ്റെ സൊല്യൂഷൻ കിട്ടും. അതൊക്കെ യൂസ് ചെയ്താൽ ഈ പറയുന്ന ഒരു കാലാവധി കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് മുമ്പ് ഞാൻ സ്വാതിയുടെ വേറെ കോണ്ടാക്ട് ലെൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ പറഞ്ഞ 6 month തന്നെ കിട്ടി. അപ്പോൾ എനിവേ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ്. അല്ലെങ്കിൽ ഇത്ര ഒരു എമൗണ്ട് കൊടുത്ത് ഞാൻ പിന്നെ വാങ്ങില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് വന്നിട്ട് 3,450 ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ട്. ആ ഒരു പ്രൈസിനുണ്ട് കേട്ടോ ഈ ഒരു സാധനം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. അപ്പം ഡെയിലി മേക്കപ്പ് വീഡിയോസൊക്കെ ചെയ്യുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പ്രോഡക്റ്റ് തന്നെ വേണം. കാരണം നമ്മുടെ കണ്ണിൻ്റെ കാര്യമാണ്. ഞാൻ ഇതിനു മുമ്പ് വേറൊരു ബ്രാൻഡിൻ്റെ കോണ്ടാക്ട് ലെൻസ് വാങ്ങി. അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. പക്ഷേ ആ ഒരു ലെൻസ് എൻ്റെ കണ്ണിലേക്ക് വച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ സൊല്യൂഷൻ ഭയങ്കരമായിട്ട് നീറുകയാണ്. അപ്പോൾ എന്താണ് അതിനകത്തൊക്കെ, നമ്മുടെ കണ്ണിൻ്റെ കാര്യമല്ലേ, നമ്മൾ വളരെ സേഫായിട്ട് യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഞാൻ ചൂസ് ചെയ്തത്. ഭയങ്കര നല്ല പ്രോഡക്റ്റാണ്. ഇതിന് മുമ്പൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്കൊരു കണ്ണിനൊരു ഇച്ചിങ്ങോ ഇറിറ്റേഷനോ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ കണ്ണിന് നീറ്റിൽ വന്ന കാര്യം. ആ ലെൻസ് വന്നിട്ട് 1 day യൂസ് ചെയ്യാവുന്ന കോണ്ടാക്ട് ലെൻസാണ്. പക്ഷേ അതിനകത്ത് സൊല്യൂഷൻ അകത്ത് എന്താണെന്ന് എനിക്ക് അറിയില്ല. അതുപോലെ എനിക്ക് കണ്ണിന് ഭയങ്കര നീറ്റിലായിരുന്നു. പിന്നെ ഞാനത് യൂസ് ചെയ്യാതെ കളയുവാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് കാരണമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ 6 monthൻ്റെ ഒക്കെ വാങ്ങുവാണെങ്കിൽ നമുക്ക് വേറൊരു ലെൻസ് ഓപ്ഷനിലേക്ക് നമുക്ക് പോകണ്ട. ഇത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്ഥിരമായിട്ട് ഒരു കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുമ്പോൾ ആളുകൾ വിചാരിച്ചോളൂ നമ്മുടെ ഐസിൻ്റെ കളറാണെന്ന്. പക്ഷേ എൻ്റെ ഐസിന് ഓൾറെഡി ഒരു ലൈറ്റ് ഗ്രീൻ കളർ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മാച്ചിങ് ആയി പോകുന്ന ഒരു കോണ്ടാക്ട് ലെൻസാണ് ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് കോണ്ടാക്ട് ലെൻസ് വയ്ക്കുന്നതെന്ന് ചിലർ ചോദിക്കും. പക്ഷേ അതൊക്കെ ചിലർക്ക് ഇഷ്ടമാണല്ലോ വയ്ക്കാനായിട്ട്. എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ്. എൻ്റെ ഈ ഐസിൻ്റെ അതേ കളർ തന്നെയാണ് ഏകദേശം. അതിനെക്കാട്ടും ഒരു 2 shade ലൈറ്റർ കോണ്ടാക്ട് ലെൻസാണിത്. അപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടി ഒന്ന് പ്രൊമിനൻ്റ് ആയിട്ട് കണ്ണെടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നത്. കോണ്ടാക്ട് ലെൻസിനെ പറ്റി പറയുവാണെങ്കിൽ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ജെയ്ഡാണ്. ജെയ്ഡ് ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. എൻ്റെ കണ്ണിന് ഭയങ്കരമായിട്ട് സ്യൂട്ടാവും, എൻ്റെ ഫേസിന് സ്യൂട്ടാവുന്നൊരു ലെൻസ് കളറാണ്. അതുകൊണ്ടാണ് ഞാനിത് പിന്നെ വാങ്ങിയത്. അപ്പം അന്ന് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടി പറയാം. ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഈ ബോക്സ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ഒരു ലെൻസിനെ പറ്റി ഒരു ബുക്ക് ഉണ്ട്, ഒരു യൂസർ മാനുവൽ പോലെ ഒരു സാധനം ഉണ്ട്. ഫോർ യുവർ ഐസ് ഓൺലി, ഫോർ ഫസ്റ്റ് യൂസ്, അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ ഫോർ യൂസ്, പിന്നെ ഇൻസ്ട്രക്ഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡു നോട്ട് സ്ലീപ്പ് വിത്ത് യുവർ ലെൻസസ് ഓൺ. നമ്മൾ കോണ്ടാക്ട് ലെൻസ് ധരിച്ചുകൊണ്ട് ഒരിക്കലും കിടന്ന് ഉറങ്ങരുതെന്നാണ് പറയുന്നത്. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഇച്ചിങ് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരുടെയും കാര്യം ഒരേപോലെയല്ല, എല്ലാവർക്കും ഒരേ ബ്രാൻഡ് സ്യൂട്ട് ആവത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അത് റിമൂവ് ചെയ്യണമെന്നാണ് പറയുന്നത്. എനിവേ ഈ ഒരു പ്രോഡക്റ്റിന് എനിക്കൊരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ കണ്ണിന് ചെറിയ പുകച്ചിൽ പോലെ തോന്നി. അപ്പം തന്നെ ഞാൻ ആ സാധനം എടുത്ത് പള്ളി കളഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുവാണെങ്കിൽ എത്ര വില കൊടുത്ത് വാങ്ങിയതായിക്കോട്ടെ അപ്പം തന്നെ റിമൂവ് ചെയ്തേക്കണം. നമ്മുടെ കണ്ണിൻ്റെ കേസാണ്, നമ്മൾ അധികം പരീക്ഷിക്കാൻ നിൽക്കരുത്.
അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രിപ്പറേഷൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺടാക്ട് ലെൻസ് എപ്പോഴും മാക്സിമം ട്വീസേഴ്സ് യൂസ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ട്വീസർ എന്താണേലും ഉണ്ട്. പിന്നെ അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെൻസ് യൂസ് ചെയ്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് 4 hours എങ്കിലും സൊല്യൂഷനിൽ മുക്കി വെക്കുക എന്നാണ് പറയുന്നത്. അത് എന്തെങ്കിലും മൈക്രോബ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡെഡായി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മൾ ഹാൻഡ് വെച്ചിട്ടാണ്, ഞാനൊക്കെ ഹാൻഡ് വെച്ചിട്ടാണ് കോൺടാക്ട് ലെൻസ് കണ്ണിൽ പ്ലേസ് ചെയ്യാറുള്ളത്. അതിന് വേറെ എക്യുപ്മെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ഹാൻഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഹാൻഡ്സ് നന്നായിട്ട് സോപ്പിട്ട് കഴുകണം. എന്നിട്ട് മാത്രമാണ് നമ്മൾ കോൺടാക്ട് ലെൻസ് ടച്ച് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. കുറേ കാര്യങ്ങളുണ്ട്. ഇത് കണ്ണിൽ കോൺടാക്ട് ലെൻസ് വയ്ക്കുന്നതും എടുക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളെപ്പോഴും കോൺടാക്ട് ലെൻസ് വയ്ക്കുമ്പോൾ ആ ലെൻസിൻ്റെ നല്ല ഭാഗം നോക്കി വേണം വെക്കാനായിട്ട്. ലെൻസിൻ്റെ നല്ല ഭാഗം എപ്പോഴും കുറച്ച് കോൺവെക്സ് ആയിട്ട് ഇങ്ങനെ ഉന്തി നിൽക്കും. അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം, അത് പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ കോൺടാക്ട് ലെൻസ് പ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫിംഗറിൽ ആ ലെൻസ് എടുത്തതിന് ശേഷം കണ്ണ് നന്നായിട്ട് വൈഡ് ആക്കിയിട്ട് അത് ജസ്റ്റ് പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തതിന് ശേഷം കണ്ണ് എല്ലാ കോർണറിലേക്കും ചലിപ്പിക്കുക. അപ്പോൾ തന്നെ ആ ഒരു കോൺടാക്ട് ലെൻസ് ഫിക്സ് ആയിട്ടിരുന്നോളും. പിന്നെ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുവാണ്, കോൺടാക്ട് ലെൻസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ ചെറിയ ഹെയർ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് ഇറിറ്റേഷൻ വരും. ആ ഒരു സ്പോട്ടിൽ ഇരുന്ന് കുത്തുന്ന പോലെ ഇറിറ്റേഷൻ വരും. അപ്പം നമ്മൾ ഒരു ഡസ്റ്റിങ് കൂടാതെ ആ സൊല്യൂഷനിൽ പിന്നെയും മുക്കി ക്ലീൻ ആക്കിയതിന് ശേഷം വേണം നമ്മുടെ കോൺടാക്ട് ലെൻസ് നമ്മുടെ കണ്ണിൽ പ്ലേസ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ എടുക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂത്തെടുത്ത് കഴിഞ്ഞാൽ അത് പോരും. പിന്നെ ആ കോൺടാക്ട് ലെൻസ് നന്നായിട്ട് നമ്മൾ സൊല്യൂഷൻ വെച്ച് വാഷ് ചെയ്തതിന് ശേഷം വേണം ആ ഒരു കേസിൽ നമ്മൾ ഇട്ട് വയ്ക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യമുള്ളൂ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനായിട്ട്. പിന്നെ ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിങ്, ഈ ഒരു പാക്കേജിങ് തന്നെ കണ്ടോ എന്ത് നീറ്റായിട്ടാണ് അവർ വച്ചിരിക്കുന്നത് നോക്കി. ഇത് വന്നിട്ട് ഒരു ടീസറാണ്. നമുക്ക് കോൺടാക്ട് ലെൻസ് ഹാൻഡ്സ് യൂസ് ചെയ്യാതെ ഇത് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ആ ഒരു കേസിൽ നിന്ന്. ഭയങ്കര സേഫാണ് കേട്ടോ ഇത് ആക്ച്വലി. ഞാൻ പക്ഷേ ഹാൻഡ്സ് വെച്ചിട്ട് തന്നെയാണ് എടുക്കുക. പിന്നെ അടുത്ത് വന്നിട്ട് ഇതാണ് കോൺടാക്ട് ലെൻസിൻ്റെ കേസ്. നമ്മൾ സൊല്യൂഷൻ ഒഴിച്ച് ഇട്ട് വയ്ക്കുന്നത് ഇതിനകത്താണ് നിലവിൽ കോൺടാക്ട് ലെൻസ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ എടുത്ത ശേഷം പിന്നെ ഇത് നമുക്ക് കളയാൻ വേണമെങ്കിൽ, പിന്നെ അല്ലെങ്കിൽ ഞാനിത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേറൊരു കേസ് ഇല്ലാതെ വരുമ്പോഴൊക്കെ ഞാൻ സൊല്യൂഷൻ ഒഴിച്ച് ഇതിനകത്ത് ഇട്ട് വയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്കിത് കളയാം. എന്നിട്ട് ആ ലെൻസ് യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു കേസിൽ വേണം നമ്മൾ ഒഴിച്ച് ഇട്ട് വയ്ക്കാനായിട്ട്. അപ്പോൾ അതിനാണ് ഇത് തന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഇത്രയും വിലയുടെ ഒരു പ്രൊഡക്റ്റാണ്, പക്ഷേ ഇതിൻ്റെ കൂടെ സ്വാധീനം തന്നെ കോൺടാക്ട് ലെൻസിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടത്തില്ല. പിന്നെ എക്സ്ട്രാ കേസുകളൊന്നുമില്ല. അപ്പം അങ്ങനെ അതൊന്നും കിട്ടത്തില്ല കേട്ടോ. അത് വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങണം നമ്മൾ. അപ്പോൾ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. എന്നിരുന്നാലും പ്രോഡക്റ്റ് ഈസ് അമേസിങ് എന്നേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.